തൃശൂരിൽ ആറാട്ടുകടവ് അടച്ചുകെട്ടിയതിനെ തുടർന്ന് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ നിന്ന് പിന്മാറാനൊരുങ്ങി കലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രം. പുരാതന കാലം മുതൽ ഭഗവതിമാർ ആറാടുന്ന കടവാണ് സ്ഥലമുടമ അടച്ചുപൂട്ടിയത്. പൂരം അടുക്കാനിരിക്കെ വിഷയത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നാണ് ഭക്തജനങ്ങളുടെ ആവശ്യം. 1442 വർഷത്തെ ചരിത്രമുള്ള ദേവമേളയിലെ പ്രധാന ആറാട്ടുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന കടലാശ്ശേരിയിലെ കടവിലേക്കുള്ള വഴിയാണ് അടച്ചുപൂട്ടിയത്. കടവിന്റെ ഉടമസ്ഥതയുണ്ടായിരുന്ന മന ഒരേക്കർ സ്ഥലവും കടവും സ്വകാര്യ വ്യക്തിക്ക് വിറ്റപ്പോൾ ക്ഷേത്രസമിതിയെയോ തന്ത്രിയെയോ അറിയിച്ചിരുന്നില്ല. പിഷാരിക്കലിലെ വാവാറാട്ട്, കാർത്തിക, രോഹിണി എന്നിങ്ങനെ 3 ആറാട്ടുകളാണ് കടവിൽ നടക്കുക. ഊരകം ഭഗവതിയുടെ ആറാട്ടും ഈ കടവിൽ തന്നെയാണ്. കഴിഞ്ഞ പൂരത്തിന് ശേഷം അടച്ചുപൂട്ടിയ കടവ് തുറന്നു കിട്ടണമെന്നാവശ്യപ്പെട്ട് സ്ഥലമുടമസ്ഥരുമായും ജനപ്രതിനിധികളുമായും സംസാരിച്ചിരുന്നു. എന്നിട്ടും പരിഹാരമുണ്ടായില്ല. കടവിൽ ആറാട്ട് നടന്നില്ലെങ്കിൽ കാലങ്ങളായി ആചരിച്ചു വരുന്ന ചടങ്ങിന് ഭംഗം സംഭവിക്കും. മാർച്ച് 15 മുതൽ 23 വരെയാണ് പൂരം നടക്കുക. വാക്കാൽ പറയുന്നതല്ലാതെ മുന്നോട്ടുള്ള കാലങ്ങളിൽ ആറാട്ടിനായി വഴി തുറന്നു കിട്ടാൻ രേഖാമൂലം അനുമതി ലഭിച്ചാൽ മാത്രമേ ഇപ്രാവശ്യം പൂരത്തിനുള്ളൂ എന്നാണ് ക്ഷേത്ര സേവാ സമിതിയുടെയും തീരുമാനം. നമുക്ക് അല്ലെങ്കിൽ ഈ കടവിലിഞ്ഞ് ആറാടണമെങ്കിൽ ഒരു ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് പഞ്ചായത്തിലേക്കോ ദേവസ്വം ബോർഡിലേക്കോ അല്ലെങ്കിൽ കളക്ടർക്കോ ഒരു രേഖാമൂലം ഈ വഴി ഈ ആറാട്ടുകൾക്കായിട്ട് കാലാകാലം തുറന്നു തരാം എന്ന് പറയുന്ന ഒരു സമ്മതപത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അല്ലാതെ പിഷാരിക്കൽ ഭഗവതിക്ക് എഴുതി തരണമെന്നോ പിഷാരിക്കൽ ഭഗവതി ക്ഷേത്ര സമിതിക്ക് എഴുതി തരണമെന്നോ ഒന്നും പറയുന്നില്ല. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. കഴിഞ്ഞ ആറാട്ടിനും ക്ഷേത്ര സമിതിക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നിരുന്നു. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാനാവില്ലെന്നാണ് ഭാരവാഹികൾ പറയുന്നത്. ഇതിനു മുമ്പ് ഈ ദേവിയുടെ ആറാട്ട് തുലാമാസിലെ വാവറാട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ഇവിടെ. അതിന് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് മേടിച്ചിട്ടാണ് നമ്മൾ ആറാടിയത്. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം. അവരോട് നമ്മൾ മനക്കാരോടും എല്ലാവരോടും നമ്മൾ പറഞ്ഞു, ഈ വഴി ഒഴിച്ചിട്ടിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതിനു മുമ്പ് MP ഫണ്ട് ഉപയോഗിച്ച് 5 ലക്ഷം രൂപ MP ഫണ്ടിൻ്റെ കാശെടുത്ത് അവിടെ ഒരു കടവ് പണിതിട്ടുണ്ട്. ആ വഴിയും അടച്ചു. ഒരു വഴി കൂടിയും പോകാൻ അങ്ങോട്ട് വഴിയില്ല. അത് കാരണമാണ് ഞങ്ങൾ പൂരം നടത്താൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറയാനുള്ളൊരു കാരണം. തങ്ങൾ പൊതുവഴി നൽകിയിട്ടില്ല എന്ന കാരണം പറഞ്ഞാണ് കടവിലേക്കുള്ള വഴി ഉടമസ്ഥർ അടച്ചത്. എന്നാൽ MP ഫണ്ട് ഉൾപ്പെടെ ചെലവഴിച്ച് നിർമ്മിച്ച പൊതുകടവും സ്ട്രീറ്റ് ലൈറ്റുകളും ഇവിടെയുണ്ട്. കടവിന് സമീപത്തെ ഇറക്കി എഴുന്നള്ളിപ്പ് നടത്തുന്ന മനയും സ്ഥലം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. നിലവിൽ കോടതിയിൽ കേസ് നിലനിൽക്കുന്നു. അടുത്ത മാസം പൂരം നടക്കാനിരിക്കെ ആറാട്ടുകടവിന്റെ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജനം, തൃശൂർ.